അധ്യാപകനോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഒരു ശിഷ്യന്റെ കടമ. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച നമ്മുടെ ഹൃദയത്തിൽ ആ വചനം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് അനേകരും ഗ്രഹിക്കാതെ കേട്ടു പോവുകയാണ്. അവരുടെ ഉള്ളിലൊരു വചനം പോലുമില്ല. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത്. വചനം ഉള്ളിലുണ്ടെങ്കിൽ കൃത്യമായിട്ടും പുറത്തു വരും. ഹൃദയം നിറഞ്ഞ് കവിയുന്നില്ല, ഹൃദയത്തിലൊട്ടും ഒന്നുമില്ല. ഇന്നും ഹൃദയത്തിൽ ദുഷ്ടതയും ചതിയും വ്യാജഭാവവും അസൂയയും നുണയുമാണ് ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വചനം എങ്ങനെ ചെല്ലും? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ പറയുന്നു, ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് സഹോദരൻ പറയുകയാണ്, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവനാണ് പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചത്. എങ്ങനെ മരിച്ചവൻ? 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട മനുഷ്യന്റെ കാര്യമാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ ഈ സുവിശേഷം നമ്മൾ കേട്ടത് കൊണ്ട് കാര്യമായി. ഈ കേൾക്കുന്ന സുവിശേഷം നമ്മളത് ഗ്രഹിച്ച് വിശ്വസിക്കണം. അത് ഗ്രഹിച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അതിരിക്കത്തുള്ളൂ. അങ്ങനെ നാം അത് ഗ്രഹിച്ച് വിശ്വസിച്ച് അനുസരിച്ചെങ്കിൽ മാത്രമേ പാപസംബന്ധമായി നാം മരിക്കുന്നു. എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, നിത്യശിക്ഷാവിധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായ പ്രോസസ്സിങ് നടന്നാൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ തന്നെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നവർ, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ റോമാലേഖനം 6-ാം അധ്യായം നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശരിയായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കണം, അത് ഗ്രഹിക്കണം. നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും. ക്രിസ്തുവിനോടുകൂടി നമ്മൾ മരിക്കണം.